അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേറൊരു കാര്യമില്ല. ജിയോ കണക്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നെറ്റ് സ്റ്റേബിൾ ആണ്, OTT ഒക്കെ കിട്ടൂ, ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഈ ചാനൽസ് എല്ലാം എങ്ങനെയാണ്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂ, സീരിയൽ കാണാൻ പറ്റൂ, വീട്ടിൽ TV കാണാൻ പറ്റൂ, സിനിമ കാണാൻ പറ്റൂ, പിന്നെ ഇന്റർനെറ്റ് സ്പീഡ് എങ്ങനെയാണ്, എയർ ഫൈബർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എയർ ഫൈബറിൽ എന്തൊക്കെയാണുള്ളത്, വയർലെസ് ആണ്, അതിൽ സ്പീഡ് കിട്ടൂ എന്നുള്ള കുറച്ച് എൻ്റെതായ, ഞാൻ ഈ രണ്ട് കണക്ഷൻ യൂസ് ചെയ്തതുകൊണ്ട് എൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. ബാക്കി നമുക്ക് കമൻസിൽ നോക്കാം. ആക്ച്വലി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല, നമ്മളൊരു ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എടുത്തിട്ട് അറൗണ്ട് 3 വർഷമായി. പോയിട്ടൊരു ജിയോ എയർ ഫൈബർ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വർഷം വരെ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് മേളിലായിട്ട് നമ്മളൊരു എയർ ഫൈബർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ്. അതായത് പുതിയതായിട്ടൊരു ജിയോ കണക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമുക്കിപ്പം കോമൺ ആയിട്ടും എല്ലായിടത്തുനിന്നും കേൾക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഇല്ല, എല്ലായിടത്തും എയർ ഫൈബർ കണക്ഷനേ ഉള്ളൂ. അത് സത്യമാണ്. കാരണം ജിയോ ഇപ്പം പുതിയതായിട്ട് ഒരിടത്ത് ഒപ്റ്റിക്കൽ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാനല്ല, ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കാനല്ല, എല്ലായിടത്തും എയർ ഫൈബർ ആണ് അവർ കൊടുക്കുന്നത്. എയർ ഫൈബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വയർലെസ് ആണ്, ടവർ എന്ന് പറഞ്ഞ കണക്ഷൻ എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, നിങ്ങളവിടെ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടെങ്കിൽ അവർ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെ തരും. ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഡയറക്റ്റ് പോസ്റ്റ് എന്നുള്ള കണക്ഷനാണ്. ഈ കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 1% പോലും ഇതുവരെയായിട്ടും ഡിലേ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. പക്ക സ്പീഡാണ്, അതിലൊന്നും ഒരു കുറവുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഏറ്റവും വലിയ ഒരു യൂസ്. പിന്നെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നോക്കുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിലും എയർ ഫൈബർ ആണെങ്കിലും ഇതിനകത്ത് വരണ മോഡവും സെറ്റ് ടോപ്പ് ബോക്സും ഇത് രണ്ടും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. കാരണം വെച്ചാൽ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലുള്ള സാധനമാണ്. കാരണം ബാക്കി പ്രൊവൈഡേഴ്സ് ഏഷ്യാനെറ്റ്, കേരള വിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ മോഡം ഭയങ്കര ബെറ്ററാണ്. എയർടെൽ ഞാൻ അറിഞ്ഞുകൂടാ, എന്നാൽ പോലും ഈ കാലഘട്ടത്തിൽ ഉള്ള ഇതേപോലത്തെ ടൈപ്പിന്റെ മോഡവും സെറ്റ് ടോപ്പ് ബോക്സും എല്ലാം ഭയങ്കര ക്വാളിറ്റിയാണ്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ജിയോ വരുത്തിയിട്ടില്ല. നമ്മളിപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ സെറ്റ് ടോപ്പ് ബോക്സ് അറൗണ്ട് 2GB റാമും 32GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ആൻഡ്രോയിഡ് TVയും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് TV ബോക്സിനെ കാട്ടിയൊക്കെ കുറച്ചും കൂടെ സ്പീഡാണ് ജിയോ വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ആൻഡ്രോയിഡ് TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് OTTന്ന് അതിന്റെ കോണ്ടന്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ വിഷ്വലും കാര്യങ്ങൾ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ പോലെയൊക്കെ മുകളിൽ ബാനർ പോലെയൊക്കെ വരണത് കാരണം ഇത് കുറച്ച് ലാഗാണ്. അതേ സമയത്ത് നമ്മൾ ജിയോ TV എടുത്ത് നോക്കുകയാണെങ്കിൽ ജിയോ TVയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജിയോ TVയിൽ ഇന്ന എൻ്റെ ജിയോ PC, ജിയോക്കകത്ത് ജിയോ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ജിയോക്കകത്ത് ജിയോ ന്യൂസ്, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ജിയോ PC, വീണ്ടും പോയി കഴിഞ്ഞാൽ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അവര് ജിയോന്റെ കാര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യണുള്ളൂ എന്നുള്ള, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴോട്ട് വരാൻ നേരത്ത് കുറച്ച് യൂഷ്വൽ OTT ആപ്സും ജിയോ ഫോട്ടോ, ജിയോ ന്യൂസ് അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ലാഗ് ഇല്ല എന്ന് തന്നെ പറയാം, ഒട്ടും ലാഗില്ല. പിന്നെ ഇതിനകത്തുള്ള സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെടുക്കാൻ അറിയാൻ പറ്റും. ഇതിനകത്ത് ജിയോ മെമ്മറി മാനേജർ ഒന്ന് നമുക്ക് അതിനകത്ത് കയറാൻ നേരത്ത് കാണിക്കും. ഒറ്റ സെക്കൻഡ്, ഇതൊക്കെ ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇതിനകത്ത് അറൗണ്ട് 25GB നമുക്ക് സ്പേസ് ഉണ്ട്. 1.5GB യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 2GB റാമും 32GB നമുക്ക് അറൗണ്ട് ഇതിന്റെ സ്റ്റോറേജും കിട്ടുന്നുണ്ട്. 32GB കൊടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ചും കൂടെ ആപ്പ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ജിയോ ഗെയിം ഒക്കെ ഉണ്ട്, അതിനൊക്കെയാണെന്ന് തോന്നുന്നു. പോയിട്ട് നമുക്ക് ഇതിനകത്ത് TV ചാനൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനും ഇന്റേണൽ സ്റ്റോറേജ് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കണം അവർ 32GB അത്രയും കൊടുത്തിട്ടുള്ളത്. അത്രയാണ് ഈ രണ്ട് ഡിവൈസ് തമ്മിലുള്ളത്. അപ്പൊ മോഡം ആണെങ്കിലും 2.4 GHz 5 GHz പ്രൊവൈഡ് ചെയ്യണം, നല്ല കിടിലൻ മോഡാണ്. ഡിവൈസിനെ പറ്റി യാതൊരു കംപ്ലൈന്റും ഇല്ല, ഒരു കുഴപ്പമില്ല, വളരെ സെറ്റ് സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഇവിടുത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോര നമ്മളെ ഒപ്റ്റിക്കൽ കേബിളാണ് നമ്മൾ ഇവിടുത്തെ കണക്ഷൻ. ഈ ഒപ്റ്റിക്കൽ കേബിൾ കണക്ഷനിലാണെങ്കിൽ പോലും നമ്മൾ ഇതിന്റെ സ്പീഡ് ചെക്ക് ചെയ്യുന്ന നോക്കിയാൽ, കാരണം ഇതിനകത്ത് അവരുടെ സ്പീഡ് വെച്ച് ഈ ഇത് പറയണത് 4K വരെ നമുക്ക് ബഫറിംഗ് ഇല്ലാതെ സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ OTT അല്ല, ഫുൾ HD ആണ് ഈ പ്ലാനിലുള്ളത്. ഫുൾ HD എന്ന് പറഞ്ഞാൽ ഇതുവരെയും ബഫറിംഗ് ഒന്നുമില്ല. ബഫറിംഗ് ഇല്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാതെ കാണാൻ പറ്റും എന്നുള്ളതാണ്. 4K വരെ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കാണാം. സ്പീഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 32.4, അത്ര MBPS, 32 MBPS നമുക്ക് 30 MBPS പ്ലാൻ ആണ്. 32 MBPS നമുക്ക് അതിന്റെ സ്പീഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കലിലാണെങ്കിൽ അറൗണ്ട് ഇത്രയും നമുക്ക് കിട്ടും. അല്ലെ സോറി, എയർ ഫൈബറിലാണെങ്കിലും അറൗണ്ട് നമുക്ക് ഇത്രയും സ്പീഡ് തന്നെ കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ടവറിനകത്ത് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LTE സ്പീഡ് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഒരു
8 MB/s 10 MB/s അത്രേ കിട്ടുള്ളൂ. അതാണ് എയർ ഫൈബറിന്റെ മേജർ ഇഷ്യൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മണിക്കൂറുകളൊന്നും ടവറിലെ പവറൊന്നും പോയി നിൽക്കാറില്ല. ഒരു വലിയ മഴയോ മരം ഒടിഞ്ഞ് വീണൊക്കെയാണ് ലൈന് കട്ടാവണമെങ്കിൽ മാത്രമേ അത്രയും പവർ ഇഷ്യൂ അവിടെ വരാറുള്ളൂ. അതിപ്പം പരിഹരിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയണ്ട. അത് ഇൻസ്റ്റലേഷൻ നിങ്ങൾ വരപ്പോഴത്തേക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേറെ ഒരു ഡിവൈസും അല്ലെങ്കിൽ വേറെ ഒരു പ്രൊവൈഡറും നമുക്ക് അവിടെ ഇല്ല, വേറെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ബെറ്റർ. 3 മാസത്തെ പൈസ മുടക്കി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് നഷ്ടമില്ല. കാരണം നമ്മളിത് പിടിക്കുന്നത് 3 മാസത്തെ ആ പ്ലാനിന്റെ പൈസയും അതിന്റെ GST എമൗണ്ട് മാത്രമേ എടുക്കണുള്ളൂ. ഡിവൈസിന്റെ പൈസയോ മോഡത്തിന്റെ പൈസയോ ഒന്നും എക്സ്ട്രാ എടുക്കണില്ല. അതുകൊണ്ട് നമുക്ക് കാശ് നഷ്ടമാവും എന്നൊരു പേടി വേണ്ട. കാരണം നമ്മൾ 3 മാസം അവരെ സർവീസ് യൂസ് ചെയ്തു, അതിന്റെ പൈസ മാത്രമേ ജിയോ നമ്മളെ വാങ്ങിക്കണുള്ളൂ എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പ്ലസ് GST അത് നോട്ട് ചെയ്യണം, പ്ലസ് GST അത്രേ ജിയോ വാങ്ങിക്കണുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജിയോ TV, ഞാൻ ഇപ്പോൾ എടുത്ത നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 14 OTT എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ഡിവൈസിൽ സൈൻ ഇൻ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ജിയോ സെറ്റ് ടോപ്പ് ബോക്സിൽ ഓൾറെഡി സൈൻ ഇൻ ആയിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലെ TV ആണ് നമ്മൾ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്ക് എൻ്റെ TV തന്നെയാണ് ഞാൻ ഈ ആപ്പ് എല്ലാം സൈൻ ഇൻ ചെയ്തിട്ടേക്കണത്. ഞാൻ TV ചാനലൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ജിയോ സെറ്റ് ടോപ്പ് ബോക്സ് എപ്പോഴും ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇതിനകത്തുള്ള വേറൊരു കാര്യം, നമ്മൾ ജിയോ സെറ്റ് ടോപ്പ് ബോക്സ് പവർ അപ്പ് ആയിരിക്കണം. അതായത് അതിനകത്ത് പവർ ഇല്ല, അത് ഓഫായാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ TVയിൽ നിന്ന് നമ്മളെ OTT എല്ലാം സൈൻ ഔട്ട് ആയി പോകും. അപ്പോൾ എപ്പോഴും ജിയോ പവർ ചെയ്തേക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ജിയോ സെറ്റ് ടോപ്പ് ബോക്സ്. എങ്കിൽ നമുക്ക് 2 ഡിവൈസിൽ യൂസ് ചെയ്ത് നമുക്ക് കാണാം. പിന്നെ നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം നമ്മളെ വീട്ടിൽ ചിലപ്പോൾ പഴയ TV ആയിരിക്കാം. പഴയ TV ഒരു ആൻഡ്രോയിഡ് TV ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ 2000 രൂപ, 1500 രൂപ, 3000 രൂപയൊക്കെ നമ്മളെ ആൻഡ്രോയിഡ് TV ബോക്സ് കിട്ടും. ആക്ച്വലി നിങ്ങൾ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ജിയോ കണക്ഷൻ എടുക്കണമെങ്കിൽ ഇതിന്റെ കൂടെ കിട്ടണമെന്ന് ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് ആണ്. അത് പക്കയായിട്ട് നമ്മളെ മെഷീൻ ആൻഡ്രോയിഡ് ആക്കും, നമ്മുടെ TV ആൻഡ്രോയിഡ് ആക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അഡീഷണൽ പൈസ മുടക്കേണ്ട കാര്യമില്ല. കുറെ ജിയോ പറഞ്ഞതിന് മുന്നേ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. കാരണം TV ആൻഡ്രോയിഡ് ആക്കണമെങ്കിൽ അതേ ഉണ്ടായിരുന്നുള്ള മാർഗം ഒരു TV ബോക്സ്. പക്ഷെ ഇപ്പം ജിയോയുടെ TV ബോക്സ്, ജിയോയുടെ സെറ്റ് ബോക്സ് തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാധനം എടുക്കാനെക്കാട്ടി ജിയോയുടെ കണക്ഷൻ എടുക്കാനായിരിക്കും ബെറ്റർ. നോർമൽ TV ആൻഡ്രോയിഡ് TV ആക്കാൻ പ്ലാൻ ഉള്ളവർക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ കേബിളും ജിയോ ഒപ്റ്റിക്കൽ ഫൈബറും എയർ ഫൈബറും തമ്മിലുള്ള വേറൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് ഇന്റർനെറ്റിന് മാത്രമായിട്ട് എടുക്കാം. അതായത് നമ്മൾ ജിയോ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ഇന്റർനെറ്റ് ഉള്ളിയും ഇന്റർനെറ്റ് വിത്ത് OTT ഇങ്ങനെ 2 പ്ലാൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫൈബറിൽ നെറ്റ് മാത്രം കിട്ടും. പക്ഷെ അതേ സമയത്ത് എയർ ഫൈബറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടൂല. എയർ ഫൈബറിൽ വിത്ത് ഇൻക്ലൂഡിങ് OTT മാത്രമേ കിട്ടുള്ളൂ. എയർ ഫൈബറിൽ ഇന്റർനെറ്റ് മാത്രമായിട്ട് ഒരു പ്ലാൻ ഇല്ല. എയർ ഫൈബറിൽ ഏത് പ്ലാൻ എടുത്താലും സ്റ്റാർട്ടിംഗ് പ്ലാൻ തൊട്ട് അത് OTTയും കൂടെ ഉള്ള പ്ലാനാണ്, ഇന്റർനെറ്റിലുള്ള പ്ലാൻ ഇല്ല. അത് അതിനകത്തൊരു കുറവാണ്. കാരണം നെറ്റ് മാത്രം വേണ്ടവർക്ക് ഒരിക്കലും എയർ ഫൈബർ എടുക്കാൻ പറ്റില്ല. എയർ ഫൈബർ ഇൻക്ലൂഡിങ് OTT മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിന്റെ ജിയോയുടെ റിമോട്ടാണ്. ആക്ച്വലി ഈ റിമോട്ട് നമുക്ക് 6 മാസത്തെ വാറന്റി ഉണ്ട്. ഈ 6 മാസം കഴിഞ്ഞ് ഇതിനകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 700 രൂപ മുടക്കണം ഈ റിമോട്ടിന്റെ പ്രൈസ്. അത് നമുക്ക് ജിയോ എന്ന് മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. ഓൺലൈനിൽ കിടക്കണുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ വോയിസ് കമാൻഡും എല്ലാം അതിനകത്ത് ഷൂട്ട് ആവും തോന്നുന്നില്ല. ഞാൻ ഇത് എൻ്റെ ഒരു റിമോട്ട് കംപ്ലൈന്റ് ആയി നമ്മൾ തിരിച്ച് ജിയോ കസ്റ്റമർ സർവീസിൽ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്ന് സർവീസിന് ആൾ വന്ന് പുതിയ റിമോട്ട് റീപ്ലേസ് ചെയ്തെന്ന്. ആ റിമോട്ടിന് നമ്മൾ 700 രൂപ പേ ചെയ്യണം, എങ്കിൽ മാത്രമേ റിമോട്ട് കിട്ടുള്ളൂ. ഈ റിമോട്ട് കംപ്ലൈന്റ് ആവുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഈ റിമോട്ട് 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ എത്രയോ തവണ കുറെ പ്രാവശ്യം താഴെ വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വർക്ക് ആവൂല. ബ്ലൂടൂത്ത് എപ്പോഴും ചിലപ്പോൾ വർക്കാവും. വോയിസ് കമാൻഡ് പൂർണ്ണമായിട്ടും വർക്കാവില്ല. വോയിസ് കമാൻഡ് വലിയ യൂസ് ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ആവറേജ് ടൈപ്പാണ്. നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയൊന്നും നമുക്ക്, അല്ലെങ്കിൽ TVയിലെ ആൻഡ്രോയിഡ് TVയിലെ ഗൂഗിൾ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ജിയോ TVയിൽ ഇതിന്റെ ജിയോയുടെ വോയിസ് കുറച്ച് ഡൗൺ ആണ് കുറച്ച്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇതിന്റെ ചിലപ്പോൾ വോളിയം ചാനൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കീസ് ഒന്നും ചിലപ്പോൾ പ്രോപ്പർ വർക്ക് ആവൂല, ബ്ലൂടൂത്ത് വർക്ക് ആവാത്തതുകൊണ്ട് എന്നൊരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അപ്പം ഈ റിമോട്ട് യൂസ് ചെയ്യണ ഒരു 300-400 രൂപ മുടക്കി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇതിന്റെ സിലിക്കൺ കേസ് കിട്ടും. ഞാൻ ഇപ്പൊ ഈ റിമോട്ടിൽ ഇട്ടേക്കുമ്പോൾ സിലിക്കൺ കേസ് കിട്ടും. സിലിക്കൺ കേസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ, സിലിക്കൺ പൗച്ച് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ റിമോട്ട് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സ്വിച്ചിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കത് കുറച്ച് ഓക്വേർഡ് ആയിട്ടാണ് തോന്നിയത്. ഇതിനകത്ത് ഇവിടെ നമ്മളെ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാവിഗേഷൻ ബാറും ഈ നാവിഗേഷൻ ആയിട്ടുള്ള 4 സ്വിച്ചും കാര്യം, ആ 4 സ്വിച്ചിന്റെ ചുറ്റും വീണ്ടും ഒരു 6-7 സ്വിച്ച് ഉണ്ട്.
നമ്മൾ ആക്ച്വലി ഇതിനകത്ത് നോക്കാതെ നമുക്ക് വേറെ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്ന കാര്യം കുറച്ച് പാടാണ്. നമ്മൾ കൈ എങ്ങനെയൊക്കെ പോയാലും എല്ലാ സ്വിച്ചും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാനും സെലക്ട് ചെയ്യാനും എല്ലാം എപ്പോഴും നമ്മൾ ഈ റിമോട്ടിൽ നോക്കി മാത്രമേ നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പല പ്രാവശ്യം ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഈ റിമോട്ട് എടുത്ത് പ്രസ് ചെയ്യുന്നിടത്ത് സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട് എന്നുള്ള കാര്യമാണ്. അത് മെയിനായിട്ട് നമ്മൾ OTT ഒക്കെ ചില സമയത്ത് കാണാൻ നേരത്ത് ഫോർവേഡ് കൊടുക്കാൻ നേരത്ത് ബട്ടൺ മാറി ഹോം ആയി പോകും. വീണ്ടും OTT വരണം, വീണ്ടും റെസ്യൂം ചെയ്യണം, എന്നിട്ടേ കാണാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടിനകത്ത് കോമൺ ആയിട്ടുണ്ട്. അതാണ് ഈ റിമോട്ടിന്റെ ഒരു മേജർ ഇഷ്യൂ. ഫൈബർ അല്ലെങ്കിൽ ജിയോ ഒപ്റ്റിക്കൽ ഫൈബർ, ജിയോ എയർ ഫൈബർ, ഇത് ആർക്കൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3 കാറ്റഗറൈസ് ചെയ്യും. ഒന്ന്, നമ്മളെ പോലെയുള്ളവരും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും അവർക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. കാരണം അവര് പുഷ്പം പോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഏജ്ഡ്, അതായത് ഒരു 45 to 65 റേഞ്ചിൽ വരുന്നത്, അതിനകത്തുള്ള ആൾക്കാർക്ക് അവർ മറ്റേ എന്താ പറയുക പല ആപ്പിലും ഇട്ട് എഡിറ്റ് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മമാർക്കെല്ലാം ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ പഠിക്കാം എന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ടൈം മതി പകുതിയും വേണ്ട ഈ ഒരു സാധനം പഠിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനായിട്ട് യൂട്യൂബ് എടുക്കാനും ബാക്കിയുള്ള കാര്യത്തിലും വളരെ ഈസി ആയിരിക്കും. അപ്പൊ അവർക്കും വലിയ സീനുള്ള കാര്യമില്ല. അപ്പൊ നമ്മളെ പോലുള്ളവർക്കും ഇത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഇപ്പൊ ഏജ് ആയിട്ട് ആൾക്കാർ TV കാണണമെങ്കിൽ പോലും തന്നെ ഇതിനകത്ത് ജിയോ TV നമ്മൾ ഓണായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും പറഞ്ഞത്. വേറെ ഒന്നുമില്ല, TV അതായത് ഏഷ്യന്റെ, സൂര്യ ഇതേപോലുള്ള സാധനങ്ങൾ TV സീരിയലൊക്കെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇതിനകത്ത് ഡെഡിക്കേറ്റ് ഒരു ജിയോ TV പ്ലസ് എന്ന ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജിയോ TV ഓപ്പൺ ആയി വരും. ജിയോ TV ഓപ്പൺ ആയി വന്നാൽ നമ്മൾ താഴോട്ട് പോയി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന റീസെന്റ് ആയിട്ട് കണ്ട ചാനൽസ് എല്ലാം ഇവിടെ തന്നെ വരും. നമുക്കത് ഇവിടെ ഈ നാവിഗേഷൻ സ്വിച്ചസ് യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ചാനൽസ് സെലക്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്പേഴ്സ് ഓർത്ത് വയ്ക്കണം. ഇതിനകത്ത് ഏഷ്യാനെറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് 1841 ഏഷ്യൻ നമ്പർ. നമ്മൾ കേരള വിഷൻ ഏഷ്യാനെറ്റ് നോർമൽ കണക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3 ഡിജിറ്റ് 111 123 145 167 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ. പക്ഷെ ഇതിനകത്ത് മിക്കവാറും 4 ഡിജിറ്റ് ആണ് ചാനലെല്ലാം പറഞ്ഞത്. ഫ്ലവേഴ്സ് മാത്രമാണ് 555 എന്നുള്ള നമ്പർ വരുന്നത്. പൈസ കൊടുത്ത് ഫാൻസി നമ്പർ പോലെ വാങ്ങിച്ചായിരിക്കാം. അപ്പൊ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 4 ഡിജിറ്റ് ആണ് ഈ ചാനൽ നമ്പർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഏജ് ആയിട്ടുള്ളവർക്കും ഈ നമ്പർ നോട്ട് ചെയ്ത് വല്ലതും വെച്ചിട്ട് ജിയോ TV എടുത്ത് ഇവിടെ കീപാഡ് നമ്പർ സെലക്ട് ചെയ്തെടുക്കണമായിരിക്കും കുറച്ചും കൂടെ ഈസി. വോയിസിൽ ഇത് വരാൻ ഭയങ്കര പാടാണ്. കാരണം ഇതിനകത്തൊരു വോയിസ് കമാൻഡായി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചത് നമ്മളിപ്പോ ഏഷ്യാനെറ്റ് പറയാണ്, നമ്മൾ ജിയോ TV എടുത്ത് വെച്ചിട്ട് പോലും വോയിസ് കമാൻഡ് പ്രസ് ചെയ്ത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് എന്ന് അത് കറക്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിന് തന്നെ 3-4 ചാനലുണ്ട്. എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റിന് 3-4 ചാനൽ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ നേരത്ത് ആ ചാനലുകൾ എല്ലാം ഇവിടെ വരും. ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ്, ഏഷ്യൻ ന്യൂസ്, ഏഷ്യാനെറ്റ് മൂവീസ്, ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഇപ്പൊ ഏഷ്യാനെറ്റ് എന്ന് പറയാം, ഏഷ്യാനെറ്റ് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഓപ്പൺ ആയി വരുമോ നമുക്ക് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ന്യൂസ് എന്ന് വരും. പക്ഷെ നമ്മൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് വന്നിട്ടില്ല എന്നുള്ള കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ആക്ച്വലി ഇത് പ്രിഫറബിൾ അല്ല. കാരണം അവർക്ക് ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഇത് കറക്റ്റാ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന 2-3 ടീംസാണ് നമ്മളെ യങ്സ്റ്റേഴ്സ്, പിന്നെ നമ്മളെ പോലുള്ള 30+ അങ്ങനെയുള്ളവർക്ക്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് യൂസ് ചെയ്യാൻ വീണ്ടും പറ്റും. ഈ 45 to 60 വരെ ഉള്ളവർക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങളെ വീട്ടിലുള്ളെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ജിയോ ഒപ്റ്റിക്കൽ ഫൈബറോ എയർ ഫൈബറോ ധൈര്യമായിട്ട് എടുക്കാം. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിലുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസ് ആണ്. വേറെ ഒരു സീനും ഇല്ല. പിന്നെ ഇപ്പോൾ OTT-യിലാണെങ്കിൽ പോലും ഒരു പടം ഇറങ്ങി 1-2 മാസത്തിനകത്ത് മാക്സിമം അതിനകത്ത് എല്ലാം OTT തന്നെ പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ 1000-ന്റെ മന്ത്ലി പ്ലാനൊക്കെ ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെ എല്ലാം OTT-യിൽ കിട്ടും. അത്യാവശ്യം എല്ലാ പടവും നമുക്ക് ഇവിടെ നിന്ന് കാണാം. തിയേറ്ററിൽ പോയി കാണേണ്ട പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ലാതെ ഒരുവിധമുള്ള പടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റാത്തതോ മിസ്സായിട്ടുള്ള പടങ്ങളോ എല്ലാം ഇത് തന്നെ കാണാം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല പ്ലാനാണ്. അത് മൊത്തത്തിൽ എൻ്റെ ഒരു വ്യൂവിൽ ആക്ച്വലി ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ യാതൊരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം പോലും കംപ്ലൈന്റ്, ഈ റിമോട്ടിന്റെ കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ. അല്ല ഒരു പ്രാവശ്യം പോലും നെറ്റ് സ്ലോ എന്ന ബാക്കിയുള്ള കാര്യം കംപ്ലൈന്റ് റേസ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ട് യൂസർ ഫ്രണ്ട്ലി അല്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷെ ബാക്കി കാര്യങ്ങൾ OTT ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
പിന്നെ നേരത്തെ പറഞ്ഞല്ലോ OTT-ക്കകത്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ കുറച്ച് ആഡ് കൂടുതലാണ്. എയർ ഫൈബറിൽ നോക്കുകയാണെങ്കിൽ എയർ ഫൈബറിൽ ടവറിൽ പവർ ഇല്ലാത്ത സമയത്ത് മാത്രം നമുക്ക് സ്പീഡ് കുറവായിരിക്കും, LTE സ്പീഡ് കിട്ടുള്ളൂ. അതായത് നമുക്ക് അറൗണ്ട് 30 Mbps പ്ലാൻ ആണെങ്കിൽ നമുക്കൊരു 10 Mbps കിട്ടുള്ളൂ. പക്ഷെ അത് ഒരു തലപോണ കേസൊന്നുമില്ല. ആക്ച്വലി അത് എന്താ പറയാ, എപ്പോഴും കറണ്ട് പോലും ഒരു മരമൊക്കെ വീണാൽ മാത്രമാണ് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ കറണ്ട് പോണത്. ആ ടൈമിൽ മാത്രം. എല്ലാ സമയത്തും നമുക്ക് പോയാലും പെട്ടെന്ന് കറണ്ട് വരാറുണ്ട് ഇവിടെ. ഇന്ന് നമ്മളെ കേരളത്തിലെ തിരുവനന്തപുരത്തൊന്നും വലിയ ഇഷ്യൂ ഇല്ല. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നിടത്തും വലിയ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് എനിക്കതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും പറയാൻ തോന്നുന്നില്ല. കറണ്ട് പോകുമ്പോൾ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ എങ്ങനെയൊക്കെ പോലും 25 Mbps മുകളിലൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. 30 Mbps പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്കപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയാലും 30 Mbps കിട്ടാറുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരാറില്ല. പിന്നെ പ്രത്യേകിച്ചില്ല, മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണമെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ട്രയൽ പാക്ക് പോലെ എടുത്താൽ നിങ്ങൾ 3 മാസത്തെ എമൗണ്ട് ആണ് ഒരുമിച്ച് അടയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ കണക്ഷൻ എടുക്കാൻ നേരത്ത്, അങ്ങനെ 3 മാസത്തെ കണക്ഷൻ എടുക്കാൻ നേരത്ത് ഇൻസ്റ്റലേഷൻ ചാർജ് കാണൂല. നമ്മൾ ആ 3 മാസത്തെ നമ്മളെ യൂസ് ചെയ്യണ ചാർജ് മാത്രമേ നമ്മൾ ജിയോ കൊടുക്കണുള്ളൂ, അല്ലാതെ ഒരു എക്സ്ട്രാ മണിയും കൊടുക്കണില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയല്ല, നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മണിയോ എക്സ്ട്രാ കാര്യങ്ങളോ ഒന്നും ചിലവാകില്ല. പിന്നെ അവർ പറഞ്ഞ പ്ലാനിനെക്കാട്ടി GST കൊണ്ട് ഇൻക്ലൂഡ് ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് 3 മാസത്തേക്ക് ട്രയലൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് കേട്ടോ. ഭയങ്കര കിടിലൻ സർവീസാണ്. കാരണം നമ്മൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞാൻ ഈ കണക്ഷൻ പോലും എടുത്തിട്ട് ഒപ്റ്റിക്കൽ പോലും എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ജിയോ യൂസ് ചെയ്യുക പോലും എനിക്കൊരു ടെൻഷനാണ്. ഇതൊക്കെ നമുക്ക് പറ്റൂ, ഇതൊക്കെ ക്വാളിറ്റി ഉണ്ടോ, അതായത് OTT കറക്റ്റായി കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത് അവർ പറഞ്ഞു 3 മാസം ട്രയൽ യൂസ് ചെയ്താൽ മതി എന്ന രീതിയിൽ പറഞ്ഞ് 3 മാസത്തേക്ക് നമ്മൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ പിന്നെ യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ കണക്ഷൻ വേണ്ട, കട്ട് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ 100% നമ്മളെ മൈൻഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്.